ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഞാനൊരു ബ്യൂട്ടി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, മൾട്ടാണി മിൽട്ടിയുടെ ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പം നാച്ചുറൽ ബ്യൂട്ടി ആഗ്രഹിക്കാത്ത ആരുണ്ടല്ലേ? അപ്പം അതിനെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മൾട്ടാനിമിലിറ്റീൻ്റെ യൂസേജസ്, അതിനെക്കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നാച്ചുറലായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മൾട്ടാനിമിലിറ്റി അല്ലേ. ഇതെന്ന് പറയുന്നത് ഒരു ചെളി അല്ലെങ്കിൽ മഡ് എന്നൊക്കെ പറയും. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് തരം ആൾക്കാരാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക ഫേസ് പാക്കായിട്ട്. ഓക്കെ, നമുക്ക് എക്സസീവ് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല, നമ്മുടെ മുഖക്കുരു അല്ലെങ്കിൽ ആഗ്നി, പിമ്പിൾസ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിമിതി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയിങ് കിട്ടാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മളുടെ ഫേസിൽ ഉണ്ടാകുന്ന കുഞ്ഞു ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാട്ടോ നമ്മുടെ മൾട്ടാനിമിലിറ്റി. അപ്പം ഇതിൻ്റെ കുറേ അധികം ഉപയോഗങ്ങളുണ്ട്. അപ്പം ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കുമ്പം എങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സസീവായിട്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഓൾറെഡി പിമ്പിൾസ് ഒക്കെ വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഉപയോഗിക്കരുത്. ബാക്കിയുള്ള എല്ലാവർക്കും, ഈവൻ മെന്നിനാണേലും വുമൻസിനാണേലും അഡൽറ്റിനാണേലും ചിൽഡ്രൻ എന്ന് പറയുമ്പം എബോ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ നമ്മുടെ മൾട്ടാനിമിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാനിതിപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വീണ്ടും തുടങ്ങി. ഞാനിത് കുറേ കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും എൻ്റെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസിൻ്റെ മാർക്ക് ഇതുണ്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ പിമ്പിൾസ് ഈ അടുത്തായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ട്, ആക്ച്വലി ഞാൻ കഴിഞ്ഞ നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഞാൻ പിമ്പിൾസ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓയിൽമെൻറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലിമി സ്കിന്നെ കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ക്ലിമി സ്കിൻ എടുക്കുന്നതിന് മുമ്പ്, അതിനകത്തൊരു സ്റ്റിറോയിഡിൻ്റെ ചെറിയൊരു കണ്ടൻറ് ഉള്ളതുകൊണ്ട് ക്ലിമി സ്കിൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും പരീക്ഷിക്കാം അല്ലെങ്കിൽ ചെയ്ത് നോക്കാം എന്ന് ഓർത്തുകൊണ്ടാട്ടോ ഞാനിത് എടുത്തത്. കാരണം ഇതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത് ഒരു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇതൊരു നാച്ചുറൽ മണ്ണാണ് അല്ലെങ്കിൽ മഡാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ, അപ്പം ഇതിൻ്റെ ഉപയോഗം ഇതെങ്ങനെയാണ് നമ്മുടെ ഫേസിൽ എഫക്റ്റ് ആകുന്നതെന്നുള്ളത് കാര്യം പറഞ്ഞു തരാം കേട്ടോ. വളരെ നൈസായിട്ടുള്ള ഒരു പൗഡർ ഫോമിലാണ് ഇത് നമുക്ക് വരുന്നത്. അപ്പം ഇത് എടുത്ത് നമ്മൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ എടുത്തതിന് ശേഷം നാച്ചുറലായിട്ടുള്ള വാട്ടറിൽ, വെള്ളത്തിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിനകത്ത് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട്, ഫുൾ ഡ്രൈ ആവാൻ വെക്കണ്ട, ഒരു 5-6 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയുവാണെങ്കിൽ വളരെ ഉപയോഗപ്രദമാകും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം, നമ്മൾ ഈവൻ എക്സസീവ് ഓയിലായിട്ടുള്ള സ്കിന്നുള്ള, കുറേ ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരും അല്ലെങ്കിൽ മുഖക്കുരു വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ്. ഓക്കെ, അതായിരിക്കും നല്ലത്. ആഴ്ചയിൽ ഒരു 2 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിക്കുമ്പോൾ അടുപ്പിച്ചുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാതെ ഇന്ന് ഉപയോഗിച്ചിട്ട് അല്ല 2 ദിവസം 3 ദിവസം വിട്ടിട്ട് രണ്ടാമത്തെ ദിവസം ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്നുള്ളത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ കൊള്ളാം, എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമില്ല, ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, കാരണം ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് എന്തായിരുന്നു കണ്ടൻറ്റിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്, അന്ന്
ഡോക്ടർ പറഞ്ഞു, കാരണം ഞാനിത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ആയുർവേദിക് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു, അലുമിനിയം സിലിക്കേറ്റ്. ഓക്കെ, ഇപ്പോൾ ഓർത്തോ, അലുമിനിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് നമ്മളുടെ ഫേസിലേക്ക് ഉള്ള ഓയിലി സക്രീഷൻസ് അബ്സോർബ് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് ഗുണമുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ ഓവറായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആകാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അത് കാരണം കേട്ടോ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. കാരണം ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർക്ക് നമുക്കൊന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ കൊടുക്കണം. ഞാനൊരു ചെറിയ ബൗൾ എടുത്തു, കുറച്ച് എടുക്കുക. നമ്മൾ ടീസ്പൂൺ 2 ടീസ്പൂൺ എന്നൊക്കെ രീതിയിൽ അളവ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഞാൻ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സപ്പ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വരുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ് നിങ്ങൾക്ക്. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളും ഗുഡായിട്ടുള്ള നമ്മുടെ മണ്ണ് കുഴയ്ക്കുമ്പോഴുള്ള ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലില്ലേ, ആ ഒരു ചെറിയ സ്മെല്ലാണ് വരുന്നുള്ളൂ. കാരണം ഇത് മണ്ണാണല്ലോ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുഴച്ചതിന് ശേഷം ഇതുണ്ടോ ഈ ഒരു പരുവത്തിൽ വരും. അതിനിട്ട് ശേഷം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യും. ഇപ്പോൾ ചിലവർ നമ്മളിത് മെയിനായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ലൈറ്റായിട്ട് ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ള് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഒരു ഏകദേശം ഒരു 3/4 ഭാഗം, ഒരു 75% ഡ്രൈ ആകുമ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുവാണെങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്, പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഒരു 10 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്കൊക്കെ കൂടുതലും, ആൺപിള്ളേർക്കും വരാറുണ്ട്, എന്നാലും കൂടുതൽ കണ്ടുവരുന്ന 12 വയസ്സ് 10 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെൺപിള്ളേർക്ക് കൂടുതൽ ആക്നെ കുരുസ് വരുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി ഈ ഏരിയകളിലൂടെയാണ് കൂടുതൽ പെൺപിള്ളേർക്ക് കുരു വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം. ഇതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഹോസ്പിറ്റലൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ ഈ മൾട്ടാണി മിൽട്ടി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ. കാരണം ഞാൻ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 8, 9 ഒക്കെ കാലഘട്ടം, ഹൈസ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ മുഖത്തൊക്കെ നല്ല കുരുവായി കഴിഞ്ഞപ്പം മമ്മി അടുത്തുള്ള ഒരു ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ആയുർവേദ ഡോക്ടർ തന്ന ഒരു റെമഡിയാണ് ഇത് കേട്ടോ, മൾട്ടാണി മിൽട്ടി പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേപ്പില കുറച്ച് ഒരു 2 ടീസ്പൂൺ 2 ടീസ്പൂൺ മൾട്ടാണി മിൽട്ടി, അതിൻ്റെ കൂടെ ഒരു നുള്ളി വേപ്പില നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ട്, പിന്നെ മഞ്ഞളിന് അലർജി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു തുള്ളി മഞ്ഞൾ അതിനകത്തേക്ക് ഇടാൻ കുറച്ച് ഒരു 2-3 നുള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നാച്ചുറലായിട്ടുള്ള ചന്ദനം പൊടി എന്ന് പറയുന്നേക്കാളും നല്ലത് ചന്ദനം അരച്ച അതും കൂടെ മിക്സ് ചെയ്തിട്ട് മൾട്ടാണി മിൽട്ടി, നമ്മളുടെ വേപ്പില ആര്യവേപ്പില പിന്നെ നമ്മുടെ ചന്ദനത്തിൻ്റെ തടി അരച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാക്കായിട്ട് നമ്മുടെ മുഖക്കുരു ഉള്ളിടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ മാറ്റം കിട്ടും കേട്ടോ. അത് നല്ലൊരു റെമഡിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന ഇൻഫോർമേഷൻ ആട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഈ മൾട്ടാണി മിൽട്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗ്ലോ, ഫേസിലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും എന്നല്ല, ഗ്രാജുവലി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഫോഴ്സസ് ഇങ്ങനെ സെബമൊക്കെ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഹോളുകളൊക്കെ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ ഒരു ക്ലീന് കിട്ടിക്കഴിയുമ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ അങ്ങനെ വളരെ വളരെ ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റാണ് മൾട്ടാണി മിൽട്ടി. അപ്പോൾ നിങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, സീ യു ഗൈസ്.